സ്നേഹമുള്ളവരെ, സ്പേസ് ചാനലിൻ്റെ പുതിയ ഒരു വചന വിചിന്തനത്തിലേക്ക് നിങ്ങളെ ഏറെവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആരാധനാ വത്സര കാലത്തിൻ്റെ ഏലിയാസ് സ്ലീവ മൂശ കാലം 7ാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്ന് തിരുസഭാമാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോ ക്ലേശമനുഭവിക്കുന്നവരെയും വേദനിക്കുന്നവരെയും തന്നോട് ചേർത്തു വെൽക്കുന്ന തിരുവചന ഭാഗമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വചനമാണ് 28-ാമത്തെ വാക്യത്തിൽ ഇന്ന് നമ്മൾ കാണുക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഈശോ പറഞ്ഞു വെക്കുകയാണ്. പ്രിയമുള്ളവരെ, സഹനങ്ങളുടെയും ക്ലേശങ്ങളുടെയും അവസ്ഥയിലൂടെ ജീവിതത്തിൽ കടന്നു പോകാത്തവരായിട്ട് നമ്മൾ ആരുമില്ല. ആ സമയത്തൊക്കെ നമ്മെ നോക്കി നമ്മുടെ ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തോട് നിങ്ങൾ ചേർന്ന് നിന്നാൽ ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കുമെന്ന്. ദൈവത്തോട് നിങ്ങൾ ചേർന്ന് നിന്നാൽ ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കുമെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അല്പം കൂടി ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് വയനാട് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു കണ്ണീരോർമ്മയായിട്ട് നിലനിൽക്കുകയാണ്. ആ അവസരത്തിൽ അവിടെ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തെ പുറം ലോകത്തെ അറിയിച്ചത് നീതു എന്ന നേഴ്സായ ഒരു പെൺകുട്ടിയായിരുന്നു. 2ാമത്തെ ഉരുള് ആ പെൺകുട്ടിയുടെ ജീവനും കവർന്നെടുത്തു. ഈ ദുരന്തത്തിന് ശേഷം ഏകദേശം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ 24 ചാനലിലെ ഒരു മാധ്യമപ്രവർത്തകൻ ഈ പെൺകുട്ടിയുടെ ഭർത്താവായ ജോജോ എന്ന ആളോട് ചോദിച്ചു, നിങ്ങളൊരു ഈശ്വര വിശ്വാസിയാണോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും, ഇതിലൂടെയും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന്. പ്രിയമുള്ളവരെ, താൻ ഒരുപാട് സ്നേഹിച്ച തൻ്റെ ഭാര്യയും താൻ സ്നേഹിച്ച തൻ്റെ ഭവനവും സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ ജോജോ എന്നയാൾ. ഈ അവസ്ഥയിലും അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് തൻ്റെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നതാണ് ഇതിലൂടെ നമ്മൾ കാണുക. ജീവിതത്തിൽ വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. എപ്പോഴും നമ്മുടെയൊക്കെ ജീവിതം സന്തോഷം മാത്രം ആയിരിക്കണമെന്നില്ല. പക്ഷേ സന്തോഷത്തിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്നതിനാൽ കൂടുതൽ നമ്മുടെയൊക്കെ സഹനങ്ങളിൽ നമുക്ക് ദൈവത്തെ ആശ്രയിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ആ സഹനങ്ങളിൽ നമ്മൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ മറ്റുള്ളവരുടെ സഹനങ്ങളിലും അവരെ സഹായിക്കുവാൻ സാധിക്കും. കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസായുടെ ജീവിതം നമുക്കറിയാം. വിശുദ്ധ മദർ തെരേസ മറ്റുള്ളവരെ സഹായിച്ചത് ആ ക്രിസ്തുവിനെ ആശ്രയിച്ച് ജീവിച്ചതുകൊണ്ട് മാത്രമാണ്. മദർ തെരേസായിക്ക് മറ്റുള്ളവരുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ സ്വന്തം വേദനകളാക്കി മാറ്റുവാൻ സാധിച്ചത്. ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത് പോലെ സഹനങ്ങളിൽ ദൈവത്തെ ആശ്രയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.